മലയോര മേഖലയിലെ കൃഷിയിടങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. പ്രത്യേകിച്ച് കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങുവർഗ കൃഷികൾ നടത്തുന്ന കർഷകരാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. ഈ വർഷം മഴ കുറഞ്ഞതിനെ തുടർന്ന് കിഴങ്ങുവിളകളുടെ വരൾച്ച മുരടിക്കുകയും ഉൽപാദനം ഗണ്യമായി കുറയുമെന്ന ആശങ്ക ഉയരുകയും ചെയ്തിട്ടുണ്ട്. വായ്പയെടുത്ത് കൃഷിയിറക്കിയ നിരവധി കർഷകർക്ക് ഇതുമൂലം വലിയ സാമ്പത്തിക തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത്. ഇതിനിടെയാണ് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൂട്ടമായി കൃഷിയിടങ്ങളിൽ ഇറങ്ങി വിളകൾ കുത്തി നശിപ്പിക്കുന്നത്. മഴയുടെ കുറവ് കാരണം വനത്തിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുന്നതോടെ വന്യമൃഗങ്ങൾ പതിവായി കൃഷിയിടങ്ങളിലേക്ക് എത്തുകയാണെന്ന് കർഷകർ പറയുന്നു. വന്യമൃഗങ്ങളെ തടയാൻ സാരികളും പ്ലാസ്റ്റിക് ഷീറ്റുകളും ഉപയോഗിച്ച് കർഷകർ താൽക്കാലിക സംരക്ഷണ വേലികൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വന്യമൃഗങ്ങൾ ഇവ തകർത്ത് വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്നതുമാണ് സ്ഥിതി. രാത്രികാലങ്ങളിൽ കൃഷിയിടം കാക്കാൻ കർഷകർക്ക് ഉറക്കമില്ലാതെ കാവൽ നിൽക്കേണ്ട അവസ്ഥയുമുണ്ട്. വിളനാശം തുടർച്ചയായതോടെ നിരവധി കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. നിലവിലെ നിയമപരമായ വ്യവസ്ഥകൾക്കനുസൃതമായി ഫലപ്രദമായ വന്യമൃഗ നിയന്ത്രണ നടപടികളും കർഷകർക്ക് നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.